ഹായ്, കുറച്ച് കടഞ്ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് ഇഞ്ചിയും എല്ലാം അരിഞ്ഞ് കടുക് വറുത്ത് നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് ചിക്കൻ മസാല കുറച്ച് ചേർത്തു. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ലേശം ഗരം മസാല. ചിക്കൻ മസാല ഇട്ടത് കൊണ്ട് കുറച്ച് ഗരം മസാല ചേർക്കാറുണ്ട്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരുന്ന ഞണ്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരപ്പുമായിട്ടൊന്ന് മിക്സ് ചെയ്തു. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഞണ്ട് അരപ്പുമായിട്ട് ഇന്ന് ഒന്ന് തിളച്ച് വേകാൻ തുടങ്ങി. അങ്ങനെ ഒരുവിധം റോസ്റ്റിൻ്റെ പരുവായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ചീനിയും കൂടെ വേവിച്ചു. അങ്ങനെ ചീനിയും അങ്ങനെ റോസ്റ്റും കൂടെ സെറ്റാക്കിയിട്ട് ഞങ്ങൾ കറിവേപ്പിലയൊക്കെ വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അല്ലിമോൻ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അതെ, കുഞ്ഞിന് ഞണ്ട് ഇളക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മൽപ്പിടുത്തത്തിലാണ് ഞണ്ടുമായിട്ട്. അതുകൊണ്ടാണ് കുഞ്ഞ് നോക്കാതിരിക്കുന്നത്. അങ്ങനെ